അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ സയ്യിദ് അവറുകൾ, എൻ്റെ ഉസ്താദ് കൂടിയായ വൈദ്യൻകുട്ടി ഹസനി ഉസ്താദ്, മറ്റ് സംഘടനയുടെ നേതാക്കൾ, മുതഅല്ലിമീങ്ങൾ, പ്രവർത്തകർ, നമ്മുടെ നാട്ടിൽ ജീവിച്ച് ജനിച്ച് വളർന്ന് ജീവിച്ച വലിയ മഹാമനീഷിയുടെ ചരിത്രമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇത് പൂർണ്ണമായ ഒരു ചരിത്രമല്ല എന്ന് ആദ്യം തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കൊയപ്പ കുഞ്ഞായി മുസ്ലിയാർ ഉസ്താദിനെ കുറിച്ച് ഇവിടെ ധാരാളം മജീദ് ഉസ്താദ് സംസാരിച്ചു. നമ്മൾ അറിയേണ്ട, പഠിക്കേണ്ട, നമ്മുടെ നാട്ടിൽ ദീനിൻ്റെ പ്രകാശം പരത്തിയ ആ മഹാമനീഷിയെക്കുറിച്ച് സ്വാഗതത്തിൽ പറഞ്ഞതുപോലെ ഈ അടുത്ത കാലത്താണ് ആളുകൾ അറിഞ്ഞിട്ടുള്ളത്. എവിടെയാണ് ജീവിച്ചതെന്നും എവിടെയാണ് മക്ബറയുള്ളതെന്നൊക്കെ ഈ അടുത്ത കാലത്താണ് ആളുകൾ അറിഞ്ഞിട്ടുള്ളത്. കുഞ്ഞാൻ മുസ്ലിയാരെ കുറിച്ച് പഠിക്കാൻ വേണ്ടി SOS-ൻ്റെ സോൺ കമ്മിറ്റി എന്നെ ഏൽപ്പിക്കുകയും അതുപ്രകാരം അന്വേഷണവുമായി പല ഭാഗത്തേക്ക് സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും വ്യക്തമായൊരു ചരിത്രം, അതല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള വ്യക്തമായ ജീവിത ചരിത്രം നമുക്ക് എവിടെയും ലഭ്യമല്ല എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്നാലും പഴയ സോവനീറുകളിലും പഴയ മാസികകളിലൊക്കെ പല ഫത്വകളുടെയും താഴെ കുഞ്ഞായി മുസ്ലിയാരുടെ പേരുകൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. പല പ്രമേയവും സംസ്ഥയുടെ സമ്മേളനങ്ങളിൽ കുഞ്ഞായി മുസ്ലിയാർ അവതരിപ്പിച്ചതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ അവിടെ പല ഭാഗത്തു നിന്നും ശേഖരിച്ച ചെറിയ അറിവുകളാണ് ഞാനിവിടെ നിങ്ങളോട് പങ്കുവെക്കുന്നത്. അല്ലാഹു തആല പൂർണ്ണമായും കബൂൽ ചെയ്യുമാറാവട്ടെ. അക്രമവും അനാചാരവും നടമാടിയിരുന്ന ചരിത്രകാരന്മാർ ഇരുണ്ട യുഗം എന്ന് വിശേഷിപ്പിച്ചിരുന്ന ഒരു കാലത്ത് ആണ് അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിൻ്റെ വഴിയിലേക്ക് സമുദായത്തെ കൈപ്പിടിച്ച് നടത്താൻ വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു പ്രവാചകരായി നിയോഗിക്കുന്നത്. എല്ലാ പ്രവാചകന്മാരും സമുദായത്തെ സമുദ്ധരിക്കാൻ വേണ്ടി വന്നവരാണ്. അവരുടെ പിൻഗാമികളാണ് ഉലമാക്കൾ. അൽ ഉലമാഉ വറസത്തുൽ അംബിയ. അംബിയാക്കളുടെ അനന്തരാവകാശികളാണ് ഉലമാക്കൾ. ഓരോ നാടിൻ്റെ വെളിച്ചവും ആ നാടിൻ്റെ കാവൽ ഭടന്മാരുമാണ് ആ കാലഘട്ടത്തിലുള്ള ആ നാട്ടിലുള്ള ഉലമാക്കൾ. നമുക്ക് മുമ്പ് നമ്മുടെ നാടുകളിൽ വെളിച്ചം വിതറിയ പണ്ഡിതന്മാരെക്കുറിച്ച് പഠിക്കൽ അനിവാര്യമാണ്. ധാരാളം നമ്മുടെ നാടുകളിൽ ധാരാളം ആലിമീങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ ചരിത്രവുമായി അന്വേഷിച്ചിറങ്ങിയപ്പോഴാണ് ധാരാളം ഉസ്താദുമാരെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും ഇന്നിവിടെ അനുസ്മരിക്കുന്നത് നമ്മുടെ അടുത്ത നാട്ടുകാരനായ കൊയപ്പ കുഞ്ഞാൻ മുസ്ലിയാരെയാണ്. കുഞ്ഞാൻ മുസ്ലിയാർ ഹിജറ 1308, ക്രിസ്താബ്ദം 1896 മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പലം ചേളാരിക്കടുത്ത് നീരോൽപാലത്താണ് ജനിച്ചിട്ടുള്ളത്. ഹിജറ 1308, ക്രിസ്താബ്ദം 1896. നമുക്ക് കൂട്ടിയാൽ അറിയാം, ഇന്ന് 2022. എത്ര വർഷം മുമ്പാണ് ജനിച്ചതെന്ന്
കണക്ക് കൂട്ടിയാൽ അറിയാൻ പറ്റും. ക്രിസ്താബ്ദം 1896 തോണിക്കാടൻ കുഞ്ഞുമൊയ്തീൻ എന്നിവരുടെ മകനായി കടലുണ്ടിക്കടുത്ത കോട്ടയിൽ സ്വദേശി നാലകത്ത് കോയക്കുട്ടി എന്നിവരുടെ മകൾ ഉമ്മാക്കിയ എന്ന ഉമ്മയുടെ മകനായിട്ടാണ് നീരൽപാലത്ത് കൊയപ്പ എന്ന് പറയുന്ന ആ പ്രദേശത്ത് കുഞ്ഞായി മുസ്ലിയാർ ജനിക്കുന്നത്. പ്രാഥമിക പഠനം പരപ്പനങ്ങാടി അമ്മുക്കുട്ടി മുസ്ലിയാരിൽ നിന്നും ഖാരി മൊയ്തീൻ മുസ്ലിയാരിൽ നിന്നുമാണ് കുഞ്ഞായി മുസ്ലിയാർ നിർവഹിച്ചിട്ടുള്ളത്. പ്രധാന ഗുരുവായിട്ട് കുഞ്ഞായി മുസ്ലിയാരുടെ ഗുരുവായി പറയാറുള്ളത് പുളിക്കൽ സ്വദേശിയായ കൊല്ലോളി അഹമ്മദ് കുട്ടി മുസ്ലിയാരാണ്. പ്രധാനമായ കുഞ്ഞായി മുസ്ലിയാരുടെ ഗുരു പുളിക്കൽ കൊല്ലോളി അഹമ്മദ് കുട്ടി മുസ്ലിയാരാണ്. ഇങ്ങനെ വലിയ മഹാന്മാരുടെ അടുത്തു നിന്നാണ് കുഞ്ഞായി മുസ്ലിയാർ ദർസോതി പഠിച്ചത്. ഈ പുളിക്കൽ ഉസ്താദ് പുളിക്കൽ ജുമാ മസ്ജിദിൻ്റെ ചാരത്താണ് ആ ഉസ്താദ് മറവിട്ട് കിടക്കുന്നത്. അല്ലാഹു തആല അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതം നന്നാക്കി തരട്ടെ. പരപ്പനങ്ങാടി പനയത്തിൽ പള്ളിയിലാണ് കുഞ്ഞായി മുസ്ലിയാർ ഓതി പഠിച്ചത്. അങ്ങനെ ഓതി പഠിച്ച് 1918 വെല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്തിൽ നിന്ന് ബാക്കവി ബിരുദം കരസ്ഥമാക്കി. വെല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്തിൽ കുഞ്ഞായി മുസ്ലിയാരുടെ ഉസ്താദുമാർ ഗുരുനാഥന്മാർ ഷാഹ് അബ്ദുൽ വഹാബ് ഹസ്രത്ത്, അബ്ദുൽ ജബ്ബാർ ഹസ്രത്ത്, ഷെയ്ഖ് ആദം ഹസ്രത്ത്, അബ്ദുറഹീം ഹസ്രത്ത് എന്നിവരായിരുന്നു ബാഖിയാത്തിൽ കുഞ്ഞായി മുസ്ലിയാരെ പഠിപ്പിച്ചിരുന്നത്. കൊല്ലവർഷം നമ്മൾ നന്നായി കുറിച്ച് വെക്കണം. 1918 1918 വെല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്തിലെ കുത്തുബ്ഖാനയിൽ പോയാൽ അവിടെ ധാരാളം കിതാബുകൾ കുഞ്ഞായി മുസ്ലിയാർ നന്നാക്കിയ കിതാബുകൾ കാണാൻ സാധിക്കും. അവിടെ ഓതി പഠിച്ച ആളുകളിൽ നിന്ന് കേട്ട വിവരമാണ് ഞാൻ പറയുന്നത്. അവിടെയുള്ള കുത്തുബ്ഖാനയിൽ നമ്മുടെ കൊയപ്പ കുഞ്ഞായി മുസ്ലിയാർ നന്നാക്കിയ ധാരാളം കിതാബുകളുണ്ട്. ആ കിതാബുകളൊക്കെ നോക്കിയാൽ അറിയാം കുഞ്ഞായി മുസ്ലിയാരുടെ ആ അറിവിൻ്റെ ആഴത്തെക്കുറിച്ച് ആ കിതാബുകൾ നോക്കിയാൽ അറിയാൻ സാധിക്കുമെന്ന് അത് നോക്കിയ ആളുകൾ പറയുന്നതായി കേട്ടിട്ടുണ്ട്. ഇങ്ങനെ അറിവിൻ്റെ ഇൽമിൻ്റെ ഒരു ലോകമായിരുന്നു കുഞ്ഞായി മുസ്ലിയാരുടേത്. വെല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്തിൽ നിന്ന് 1918 ബാക്കവി ബിരുദം കരസ്ഥമാക്കി പുറത്തിറങ്ങിയ കുഞ്ഞായി മുസ്ലിയാർ ധാരാളം സ്ഥലത്ത് ദർസ് നടത്തിയിട്ടുണ്ട്. പരപ്പനങ്ങാടി പനയത്തിൽ പള്ളിയിൽ ദർസ് നടത്തിയിട്ടുണ്ട്, കാപ്പാട് പള്ളിയിൽ ദർസ് നടത്തിയിട്ടുണ്ട്, പെരിങ്ങത്തൂർ പള്ളിയിൽ ദർസ് നടത്തിയിട്ടുണ്ട്, കണ്ണൂർ സിറ്റിയിൽ ദർസ് നടത്തിയിട്ടുണ്ട്, വടകര പള്ളിയിൽ ദർസ് നടത്തിയിട്ടുണ്ട്, നമ്മുടെ അടുത്ത ദേശമായ വെളിമുക്കും ദർസ് നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ ധാരാളം പള്ളിയിൽ കുഞ്ഞായി മുസ്ലിയാർ മുദരിസായിട്ട് സേവനം ചെയ്തിട്ടുണ്ട്. ഉസ്താദിൻ്റെ ശിഷ്യന്മാർ അവരുടെ പേരുകൾ വായിക്കുകയാണെങ്കിൽ തന്നെ വലിയ വലിയ മഹാന്മാരായിരുന്നു ഉസ്താദിൻ്റെ ശിഷ്യന്മാരുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം കുറ്റൂര് കമ്മ്യൂണൽ പാപ്പയുടെ ചരിത്രം വിശദീകരിക്കുകയുണ്ടായി. അവിടുത്തെ ശിഷ്യന്മാരൊക്കെ വലിയ വലിയ ബഹറുകളായിരുന്നു. പീരങ്കി മെയ്തി മുസ്ലിയാരും വടകര ഉമ്മ തങ്ങളും ഇങ്ങനെ തുടങ്ങി വലിയ വലിയ ഔലിയാക്കളായിരുന്നു കുറ്റൂർ കമ്മ്യൂണി മുസ്ലിയാരുടെ ശിഷ്യന്മാരുണ്ടായിരുന്നത്. എന്നതുപോലെ കൊയപ്പ കുഞ്ഞായി മുസ്ലിയാരുടെ ശിഷ്യന്മാർ വലിയ വലിയ ഇൽമിൻ്റെ ബഹറുകളായിരുന്നു. കാസർഗോഡ് ഖാദിയായിരുന്ന അവറാൻ മുസ്ലിയാരും കാപ്പാട് കുഞ്ഞിഹസൻ മുസ്ലിയാരും റഷീദുദ്ദീൻ മൂസ മുസ്ലിയാരും അബുൽ കമാൽ കാടേരി മുഹമ്മദ് മുസ്ലിയാരുമൊക്കെ അവിടുത്തെ പ്രധാന ശിഷ്യന്മാരാണ്. തൃക്കരിപ്പൂർ സയ്യിദ് ഷാഹുൽ അമീദ് തങ്ങൾ നമ്മുടെ MA ഉസ്താദിൻ്റെ പ്രധാന ഉസ്താദായിരുന്നു സയ്യിദ് ഷാഹുൽ അമീദ് തങ്ങൾ. അതുപോലെ EK ഹസൻ മുസ്ലിയാർ, വടകര മുഹമ്മദായി തങ്ങൾ കൊയപ്പ കുഞ്ഞായി മുസ്ലിയാരുടെ അടുത്ത് ഓതി പഠിച്ചിട്ടുണ്ട്. MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ സമസ്തയുടെ പ്രസിഡൻ്റായിരുന്ന MA ഉസ്താദ് കുഞ്ഞായി മുസ്ലിയാരുടെ അടുത്ത് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തിരൂരങ്ങാടി വാപ്പു മുസ്ലിയാർ
വലിയൊരു വാഖിയാത്തു സ്വാലിഹാത്തിലേക്ക് പോകുന്ന സമയത്ത് ഉന്നത പഠനം നടത്തിയിരുന്നത് കൊയപ്പ കുഞ്ഞായി മുസ്ലിയാരുടെ അടുത്തായിരുന്നു. ഇങ്ങനെ ധാരാളം വലിയ വലിയ പണ്ഡിതന്മാർക്കായിരുന്നു കുഞ്ഞായി മുസ്ലിയാർ ദർസ് നടത്തിയിരുന്നത്. കുഞ്ഞായി മുസ്ലിയാരെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ കുഞ്ഞായി മുസ്ലിയാരെ കണ്ട ആളുകൾ പറഞ്ഞത് വലിയൊരു ശരീരപ്രകൃതിയായിരുന്നു കുഞ്ഞായി മുസ്ലിയാരുടേത്. വലിയ ശരീരപ്രകൃതിയായിരുന്നു, വലിയ നല്ല ഹൈറ്റുള്ള തടിയുള്ള ഒരാളായിരുന്നു, വലിയ മഹാനായിരുന്നു കുഞ്ഞായി മുസ്ലിയാർ എന്നാണ് കേൾക്കാൻ സാധിച്ചിട്ടുള്ളത്. എല്ലാവരും മൊല്യർ പാപ്പ എന്നായിരുന്നു നാട്ടിലൊക്കെ വിളിച്ചിരുന്നത്, മൊല്യർ പാപ്പ. എന്നാൽ പല രേഖകളിലും നമുക്ക് കുഞ്ഞായി മുസ്ലിയാരെ കാണാൻ സാധിക്കുന്നത് ടി കുഞ്ഞായൻ മുസ്ലിയാർ എന്നാണ്. ടി കുഞ്ഞായൻ മുസ്ലിയാർ കൊയപ്പ, ഇങ്ങനെയാണ് രേഖകളിൽ നമുക്ക് കുഞ്ഞായി മുസ്ലിയാരുടെ പേര് കാണാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് അറിയപ്പെടുന്നത്. തൊണ്ടിക്കോടൻ കുഞ്ഞായൻ മുസ്ലിയാർ എന്നാണ് കുഞ്ഞായി മുസ്ലിയാരെ അറിയപ്പെടുന്ന നാമവും. കുഞ്ഞായി മുസ്ലിയാരെ കുറിച്ച് പറയുമ്പോൾ ഷെയ്ഖുന ഓക്കെ ഉസ്താദ് സദഖത്തുള്ള ഉസ്താദിൻ്റെ അടുത്ത് അൽഫി ഓതി പഠിക്കുന്ന സമയത്ത് സ്പീഡ് കൂടുതലാണ്. ഒരു ദിവസം 4-5 ബൈത്തൊക്കെ ഓതി കൊടുക്കും സദഖത്തുൽ ഉസ്താദ് എന്ന് പറഞ്ഞ് സ്പീഡ് കൂടുതലാണെന്ന് പറഞ്ഞപ്പോൾ സദഖത്തുൽ ഉസ്താദ് കുഞ്ഞായി മുസ്ലിയാരുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു ഓക്കെ ഉസ്താദിനെ. അങ്ങനെ ഓക്കെ ഉസ്താദ് കുഞ്ഞായി മുസ്ലിയാരുടെ അടുത്ത് അൽഫി ഓതാൻ വേണ്ടി വന്നപ്പോൾ കുഞ്ഞായി മുസ്ലിയാരുടെ അടുത്ത് ഒരു ബൈത്ത് 6 മാസമാണ് പഠിപ്പിക്കുന്നത്. ഒരു ബൈത്ത് തന്നെ 5-6 മാസമാണ് ദർസ് എടുക്കുന്നത്. അങ്ങനെ ഇവിടെ സ്പീഡില്ല എന്ന് പറഞ്ഞ് വീണ്ടും അവിടേക്ക് തന്നെ പോയി എന്ന ചരിത്രം പൊന്മള ഉസ്താദ് പറയുന്നത് കേട്ടു എന്ന് പറഞ്ഞ കേട്ട ആൾ എന്നോട് പറഞ്ഞതാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെ അത്രയും ബഹറിൻ്റെ ഇൽമിൻ്റെ ബഹറായിരുന്നു കുഞ്ഞായി മുസ്ലിയാർ. പഴയകാല ആലിമ്യങ്ങളൊക്കെ നമുക്കറിയാം. കടായിക്കൽ മെയ്തീൻകുട്ടി ഹാജി പൊന്നാനിയിൽ ഒരു റമദാനിൽ പ്രസംഗിക്കാൻ വേണ്ടി പോയിട്ട് റമദാൻ 3-ന് പ്രസംഗം ആരംഭിച്ച് റമദാൻ 27-ന് പ്രസംഗം അവസാനിപ്പിച്ചപ്പോഴും ബിസ്മി കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ബിസ്മിയുടെ വിശദീകരണം കഴിഞ്ഞിട്ടില്ല എന്നാണ് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ അവരുടെയൊക്കെ ഇൽമിൻ്റെ ആഴവും നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. അൽഫിയുടെ ഒരു ബൈത്ത് 5 മാസമോ 6 മാസമൊക്കെയാണ് സബക്ക് നടത്തുക. ഇത്തരത്തിലുള്ള ധാരാളം ചരിത്രങ്ങൾ കുഞ്ഞായി മുസ്ലിയാരെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. കൊയപ്പ എന്ന് പറയുന്ന നാട് ഇന്നിപ്പോൾ കൊയപ്പ പോയാൽ നമുക്ക് കാണാൻ സാധിക്കുമോ? ചെർളയെ പോലെ ചെർള എന്ന് പറയുന്നൊരു പ്രദേശം ഉണ്ടായിരുന്നു. ഇങ്ങനെ കൊയപ്പ എന്ന് പറയുന്ന നീരോൽപ്പാലം, കുന്നത്ത്, പറമ്പിൽ പീടിക, ചാത്രത്തൊടി, ചെനക്കൽ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു പ്രദേശത്തിന് മൊത്തത്തിൽ പറയുന്ന പേരായിരുന്നു കൊയപ്പ എന്നുള്ളത്. അതുകൊണ്ടാണ് കൊയപ്പ കുഞ്ഞായൻ മുസ്ലിയാർ എന്ന് പേര് വന്നത്. പല ആലിമ്യങ്ങൾക്കും പഴയകാല ആലിമ്യങ്ങൾക്കൊക്കെ ഇങ്ങനെ ധാരാളം പേരുകൾ ഉണ്ടായിരുന്നു. അത് അവരുടെ സ്ഥലപ്പേരുകൾ ഉണ്ടായിട്ടുണ്ട്. അതല്ലെങ്കിൽ ആ ഉസ്താദുമാരുടെ കഴിവുകൾ അടിസ്ഥാനമാക്കിയിട്ട് പേരുകൾ വന്നിട്ടുണ്ട്. അവരുടെ സ്വഭാവം നോക്കി പേരുകൾ വന്നിട്ടുണ്ട്. ഉസ്താദുമാരുടെ ശരീരപ്രകൃതി നോക്കി പേരുകൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ അവരെ തിരിച്ചറിയാൻ വേണ്ടി തറവാടിൻ്റെ പേര് അവരുടെ പേരിൻ്റെ കൂടെ കൂട്ടി പറയാറുണ്ട്. ഇപ്പോൾ കുഞ്ഞായൻ മുസ്ലിയാർ നാടിൻ്റെ പേര് കൂട്ടിയിട്ടാണ് പറഞ്ഞിരുന്നത് കൊയപ്പ കുഞ്ഞായൻ മുസ്ലിയാർ എന്ന്. അതുപോലെ കഴിവ് നോക്കി അൽഫക്കാരൻ കുഞ്ഞുമൈദി മുസ്ലിയാർ, അമ്പലവൻ കുടുംബത്തിൽപ്പെട്ട കൈപ്പറ്റയിലുള്ള അൽഫക്കാരൻ കുഞ്ഞുമൈദീൻ കുട്ടി മുസ്ലിയാർ. അത് നഹവിൽ വലിയ കഴിവുള്ള ഉസ്താദായിരുന്നു. അതുകൊണ്ടാണ് അൽഫക്കാരൻ എന്ന് വിളിച്ചത്. പീരങ്കി മൈദി മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ വലിയ ശബ്ദത്തിൻ്റെ ഉടമയായിരുന്നു. പീരങ്കി മൈദി മുസ്ലിയാരെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് പതി ഉസ്താദ് അങ്ങനെ പേര് വിളിച്ചതെന്ന്. ഭയങ്കര വയല് പറയുമ്പോൾ ഭയങ്കര ശബ്ദമാണ്. ദർസ് നടത്തുന്ന സമയത്ത് തന്നെ പാടത്ത് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ പള്ളിയിൽ ദർസ് നടത്തുന്ന ആ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നു. ശരിക്കും കിതാബ് ഓതി കൊടുക്കണത് അങ്ങാടിയിൽ കടകളിലിരിക്കുന്ന ആളുകളൊക്കെ കേൾക്കും. നല്ല വയല് പറയും. വയല് പറഞ്ഞിട്ട് ധാരാളം മദ്രസകളും പള്ളിയൊക്കെ, നമ്മളെ AR നഗർ പള്ളിയൊക്കെ പീരങ്കി മൈദി മുസ്ലിയാർ വയല് പറഞ്ഞുണ്ടാക്കിയ പള്ളിയാണ്. ഇങ്ങനെ ധാരാളം പള്ളികളും മദ്രസകളും മൈദി മുസ്ലിയാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പീരങ്കി മൈദി മുസ്ലിയാരെ കുറിച്ച് ഒരു പഠനം നടത്തിയപ്പോൾ ഒരു ഉസ്താദിന് കേൾക്കാൻ സാധിച്ചാണ്. തെയ്യാല ഭാഗത്തൊരു വഴതിനേൽപ്പിച്ചപ്പോൾ മൈദി മുസ്ലിയാർ ആദ്യം പറഞ്ഞിട്ടുണ്ട് മൈക്ക് സെറ്റൊന്നും വേണ്ട, കാരണം അത്രയും വലിയ ശബ്ദമാണ്.
സ്റ്റേജിൽ നിന്ന് പറഞ്ഞാൽ തന്നെ ആ പരിസരത്തുള്ളവരൊക്കെ കേൾക്കും. വയല് പറയുന്നതിനിടയിൽ വലിയൊരു ശബ്ദം ഉണ്ടാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. വലിയൊരു ശബ്ദം ഉണ്ടാക്കും. അങ്ങനെ ആ ശബ്ദം വന്ന സമയത്ത് മൈക്ക് സെറ്റ് ഒന്നായിട്ട് അടിച്ചുപോയി. മുന്നിലിരുന്നൊരു ബെഞ്ചിലുള്ള ആളുകളും അറിഞ്ഞിട്ട് വീണു എന്ന് പീരങ്കി മീതി മുസ്ലിയാരുടെ ചരിത്രം അന്വേഷിച്ച് പോയപ്പോൾ ഒരാളെന്ന് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മൊയ്തീൻ മുസ്ലിയാർക്ക് പീരങ്കി എന്ന് പേര് വരാൻ കാരണം. ഇങ്ങനെ കമ്മണ്ണീജർ പാപ്പാൻ്റെ ശിഷ്യന്മാരുണ്ട്, തോയൻ അഹമ്മദ് മുസ്ലിയാരുണ്ട്, മുടുക്കൻ മുഹമ്മദ് മുസ്ലിയാരുണ്ട്, സാധു മുഹമ്മദ് മുസ്ലിയാരുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാണ്? ആ ദർസിലുണ്ടായി നല്ല മിടുക്കുള്ളതുകൊണ്ടാണ് മുടുക്കൻ മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറഞ്ഞത്. സാധു മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്നത് ഒരു സാധുവായിട്ട് ജീവിച്ചത് കൊണ്ടാണ്. ഇങ്ങനെ ഉസ്താദുമാർക്ക്, മുൻകാല ഉസ്താദുമാർക്ക് ധാരാളം പേരുകൾ അവരുടെ ആ പ്രകൃതി അനുസരിച്ച് ഉണ്ടായിരുന്നു. ഇപ്പം ഫിഖിഹിൽ വലിയ കഴിവുള്ളത് കൊണ്ട് തന്നെയാണ് തുഹ്ഫ മുഹമ്മദ് മുസ്ലിയാർ എന്ന് താണിപ്പാടം മുഹമ്മദ് മുസ്ലിയാരെ കുറിച്ച് പറയേണ്ടിരുന്നു. എന്നും തുഹ്ഫ മുതാല ചെയ്യുന്നത് കൊണ്ടാണ് തുഹ്ഫ മുഹമ്മദ് മുസ്ലിയാർ എന്ന് പേര് വീണത്. ഇങ്ങനെ കക്കടിപ്പുറ അബൂബക്കർ മുസ്ലിയാരെ എഹിയക്കാരൻ അബൂബക്കർ മുസ്ലിയാർ എന്നും സാഹിബുൽ എഹിയ എന്ന് പറയാറുണ്ടായിരുന്നു. പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്ന് പറയുന്നത് തട്ടാങ്കര കുട്ടിയമ്മ പാപ്പാൻ്റെ മരുമകനായതുകൊണ്ട് പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്ന് പേര് കൂടി. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടായിരുന്നു അന്ന് പല ഉസ്താദുമാർക്കും പേരുണ്ടായിരുന്നത്. ആ പേരിൻ്റെ പിന്നിൽ തന്നെ വലിയൊരു റിസർച്ച് നമ്മൾ നടത്തേണ്ടതുണ്ട്. ധാരാളം ചരിത്രങ്ങൾ കിട്ടും. ഇവിടെ കൊയപ്പ കുഞ്ഞായൻ മുസ്ലിയാർക്ക് ഈ പ്രദേശത്തിൻ്റെ പേര് കൊയപ്പ എന്നായതുകൊണ്ടാണ് നമ്മൾ കൊയപ്പ കുഞ്ഞായൻ മുസ്ലിയാർ എന്ന് വിളിച്ചു പോന്നിരുന്നത്. കുഞ്ഞായൻ മുസ്ലിയാർ ഒരു ദർസ് മാത്രം ഒതുങ്ങിക്കൂടി വരുന്ന മുത്താലിമീങ്ങൾക്ക് ദർസോതി കൊടുക്കുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്, പൊതുപ്രവർത്തനത്തിന് വേണ്ടി രംഗത്തിറങ്ങിയിരുന്നു. നമ്മളൊക്കെ പഠിക്കേണ്ട, നമ്മളൊക്കെ പ്രാവർത്തികമാക്കേണ്ട, ഉൾക്കൊള്ളേണ്ട ഒരു സംഭവമാണത്. പള്ളിയിൽ ദർസ് നടത്തുകയോ അല്ലെങ്കിൽ അതുമായി ശുഗലായി ഒതുങ്ങിക്കൂടുകയോ ചെയ്യാതെ പൊതുപ്രവർത്തനത്തിന് വേണ്ടി കുഞ്ഞായി മുസ്ലിയാർ രംഗത്ത് വന്നിരുന്നു. 1925 പ്രമുഖ പണ്ഡിതന്മാരും സമുദായ നേതാക്കളും കോഴിക്കോട് വലിയ ജുമാഅത്ത് പള്ളിയിലൊരു സമ്മേളനം സംഘടിപ്പിച്ചു. അവിടെ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ഗൗരവമേറിയ ചർച്ചയാണ്. 1921 വഹാബികളുടെ കടന്നുകയറ്റവും വരവും ഇതുമായി ബന്ധപ്പെട്ടുള്ള പണ്ഡിതന്മാരുടെ ചർച്ചയൊക്കെ ആയിരുന്നു 1925 കോഴിക്കോട് വലിയ ജുമാ മസ്ജിദിൽ ഒരുമിച്ച് കൂടി പണ്ഡിതന്മാർ ചർച്ച ചെയ്തത്. അന്നൊരു പണ്ഡിത സഭയ്ക്ക് രൂപം നൽകുകയുണ്ടായി. 1925 ഒരു പണ്ഡിത സഭയ്ക്ക് രൂപം നൽകുകയുണ്ടായി. ആ പണ്ഡിത സഭയുടെ പ്രസിഡന്റായി KP മുഹമ്മദ് മീറാൻ മുസ്ലിയാരെയായിരുന്നു തിരഞ്ഞെടുത്തത്. സെക്രട്ടറി ആയിട്ട് പാറോൽ ഹുസൈൻ മുസ്ലിയാരെയും ഹുസൈൻ മൗലവിയെയും തിരഞ്ഞെടുക്കുകയുണ്ടായി. അങ്ങനെ 1925 ഒരു പണ്ഡിത സഭയ്ക്ക് കോഴിക്കോട് വലിയ ജുമാഅത്ത് പള്ളിയിൽ എല്ലാ പണ്ഡിതന്മാരും ഒരുമിച്ച് കൂട്ടി ഒരു സഭയുണ്ടാക്കി. എന്നാൽ 1926 ജൂൺ 26 വരക്കൽ ബാലവി മുല്ലക്കോയ തങ്ങളുടെ നിർദ്ദേശപ്രകാരം സെയ്ദ് ഷിഹാബുദ്ദീൻ ചെറുകുഞ്ഞിക്കോയ തങ്ങളുടെ അധ്യക്ഷതയിൽ ആ കാലഘട്ടത്തുള്ള പ്രശസ്തരായ പണ്ഡിതന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടൊരു മഹാസമ്മേളനം കോഴിക്കോട് ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചു 1926. അന്നാണ് ആ മീറ്റിങ്ങിൽ വെച്ചാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന പേരിൽ സമ്പൂർണ്ണ സംഘടനാ രൂപം ആവിഷ്കരിക്കുന്നത്. 1926 ജൂൺ 26 കോഴിക്കോട് നടന്ന ആ സമ്മേളനത്തിലാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന സംഘടനയുടെ രൂപം ആവിഷ്കരിക്കുന്നത്. ആ സമ്മേളനത്തിൽ വെച്ചാണ്. വരക്കൽ ബാലവി മുല്ലക്കോയ തങ്ങളായിരുന്നു അന്ന് തെരഞ്ഞെടുത്ത സമസ്തയുടെ പ്രസിഡന്റ്. വൈസ് പ്രസിഡന്റുമാരായിട്ട് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, അബുൽ ഹക്ക്, മുഹമ്മദ് അബ്ദുൽ ബാരി മുസ്ലിയാർ, KM അബ്ദുൽ ഖാദർ മുസ്ലിയാർ, KP മുഹമ്മദ് മീറാൻ മുസ്ലിയാർ, സെക്രട്ടറിമാരായിട്ട് PV മുഹമ്മദ് മുസ്ലിയാർ, PK മുഹമ്മദ് മുസ്ലിയാർ എന്നിവരെ ആ മീറ്റിങ്ങിൽ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ഇതിന് ശേഷം 1926 ഈ സമസ്ത രൂപീകരിച്ചതിന് ശേഷം നിരവധി മുഷാവറകൾ കൂടുകയും അതിൽ നിന്നെല്ലാം ഉൾത്തിരിഞ്ഞു വന്ന തയ്യാറാക്കി ഉണ്ടാക്കിയ സമസ്തയുടെ ഭരണഘടന ഗവൺമെൻറ് അംഗീകരിച്ചതോടെ
1934 നവംബറിൽ സമസ്ത ഔദ്യോഗികമായിട്ട് കോഴിക്കോട് രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ്. രജിസ്റ്റർ നമ്പർ S11934445. ഇതാണ് അന്നത്തെ സമസ്തയുടെ രജിസ്റ്റർ നമ്പർ. ഇങ്ങനെ 934 രജിസ്റ്റർ ചെയ്ത സമസ്തയുടെ അന്നത്തെ മുഷാവറ മെമ്പർമാരിൽ 39ാമത്തെ നമ്പർ നിർവാഹക സമിതി അംഗമായിരുന്നു നമ്മുടെ നാട്ടുകാരനായ കൊയപ്പ കുഞ്ഞായി മുസ്ലിയാർ. സമസ്ത രജിസ്റ്റർ ചെയ്യുന്ന ആ കാലഘട്ടത്തിലെ മുഷാവറ മെമ്പർമാരിൽ 39ാമത്തെ നമ്പർ മുഷാവറ മെമ്പറായിരുന്നു കൊയപ്പ കുഞ്ഞായി മുസ്ലിയാർ. പിന്നീട് ദീർഘകാലം സമസ്തയുടെ വൈസ് പ്രസിഡൻ്റായിട്ടും സേവനം ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ കഴിഞ്ഞു പോയിട്ടുള്ള കുഞ്ഞായി മുസ്ലിയാരെ കുറിച്ച് ഗഹനമായൊരു പഠനം തന്നെ നമ്മൾ നടത്തേണ്ടതുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കുഞ്ഞായി മുസ്ലിയാരുടെ ചരിത്ര പുസ്തകമായിട്ട് തന്നെ തയ്യാറാക്കിയെങ്കിലേ വരും തലമുറക്ക് ഇതൊക്കെ ലഭിക്കുകയുള്ളൂ. സമസ്തയുടെ മുഫ്തിയായിട്ടായിരുന്നു കുഞ്ഞായി മുസ്ലിയാരുണ്ടായിരുന്നത്. 4 മദ്ഹബിലും, നേരത്തെ പറഞ്ഞു 4 മദ്ഹബിലും ഫത്വ കൊടുക്കാൻ കെൽപ്പുള്ള കഴിവുള്ള അഹമ്മദ് കോയ ശാലിയാത്തി തങ്ങൾ ഫത്വ കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞായി മുസ്ലിയാരെ കാണിച്ചതിന് ശേഷമായിരുന്നു ഫത്വ കൊടുത്തിരുന്നത്. ഒരു ഉസ്താദിൻ്റെ അടുത്ത് പഠിക്കാൻ വേണ്ടി പോയപ്പോൾ ആ ഉസ്താദ് പറയുകയുണ്ടായി, കുഞ്ഞായി മുസ്ലിയാർ വഫാത്തായതിന് ശേഷമാണ് ഫത്വ കമ്മിറ്റി ഉണ്ടാക്കിയത് തന്നെ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ പിന്നെ കമ്മിറ്റിയുടെ ആവശ്യമില്ല. കുഞ്ഞായി മുസ്ലിയാർ ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കായിരുന്നു. ഒരു ചോദ്യത്തിന് ജവാബ് പറഞ്ഞാൽ അത് ജവാബായിരുന്നു. ഫത്വ കമ്മിറ്റിയിൽ ഫത്വ കൊടുക്കാൻ കെൽപ്പുള്ള പണ്ഡിതനായിരുന്നു കുഞ്ഞായി മുസ്ലിയാർ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശാലിയാത്തി ഉസ്താദൊക്കെ ഇവിടെ കാണിച്ചതിന് ശേഷമാണ് ഫത്വ കൊടുത്തിരുന്നത്. ഏത് വിഷയത്തിലും ഫത്വ കൊടുക്കാൻ കഴിവുണ്ടായിരുന്നു കുഞ്ഞായി മുസ്ലിയാർക്ക്. പല ഭാഷകൾ, നേരത്തെ പറഞ്ഞ പോലെ പല ഭാഷകൾ കൈകാര്യം ചെയ്തിരുന്നു. പേരോട് ഉസ്താദൊക്കെ പറയാറുണ്ട്, തർക്കുൽ മുവാലാത്തിൻ്റെ ഒരു ഫത്വ, വഹാബികൾക്ക് മയ്യത്ത് നിസ്കരിക്കുന്നതിനെ കുറിച്ചുള്ള ഫത്വ, അതൊക്കെ കുഞ്ഞായി മുസ്ലിയാരുടെ ഫത്വയായിരുന്നു പേരോട് ഉസ്താദൊക്കെ പറയാറുണ്ടായിരുന്നത്. ധാരാളം ഫത്വകൾ കുഞ്ഞായി മുസ്ലിയാരുടേതുണ്ട്. 1933 മാർച്ച് 5 ഫറൂഖിൽ നടന്ന സമസ്തയുടെ 6ാം സമ്മേളനത്തിൽ 14ാമത്തെ പ്രമേയം കുഞ്ഞായി മുസ്ലിയാരായിരുന്നു അവതരിപ്പിച്ചിരുന്നത്. ആ പ്രമേയം ഇങ്ങനെയാണ്: ഇസ്ലാമിക മതവിധികൾക്ക് വിപരീതമാണെന്ന് പ്രത്യക്ഷപ്പെട്ട കൊരൂര് ചോറ്റൂർ ഷെയ്ഖന്മാരെന്ന് പറയപ്പെടുന്നവരുടെ കൈത്തുടർച്ചയും അസംബന്ധമായ നടപടികളും ഇസ്ലാമികൾക്ക് സ്വീകരിപ്പാൻ പാടില്ലാത്തതാണെന്നും മറ്റും വിവരിച്ചുകൊണ്ട് ആരാമ്പുറത്ത് വെച്ച് കൂടിയ സ്പെഷ്യൽ ഉലമാ യോഗത്തിൻ്റെ തീർപ്പിനെയും കഴിഞ്ഞ വാർഷിക യോഗങ്ങളിൽ പാസാക്കിയ പ്രമേയങ്ങളെയും ഈ യോഗം ബലപ്പെടുത്തുകയും അതിൽ നിന്ന് കഴിയുന്ന വേഗത്തിൽ പിൻവാങ്ങണമെന്ന് ഉപദേശിക്കുകയും ചെയ്യുന്നു അവതാരകൻ മൗലവി ടി കുഞ്ഞായിൻ സാഹിബ്. അങ്ങനെയാണെന്ന് എഴുതി വെച്ചിട്ടുള്ളത്. അനുവാദകൻ മൗലവി PK മുഹമ്മദ് മീറാൻ സാഹിബ് സർവസമ്മതമായി പാസാക്കി. 1933 മാർച്ച് 5 ഫറൂഖിൽ നടന്ന സമസ്തയുടെ 6ാം സമ്മേളനത്തിലെ 14ാം പ്രമേയമാണ് കൊയപ്പ കുഞ്ഞായി മുസ്ലിയാർ അവതരിപ്പിച്ചിരുന്നത്. ഇങ്ങനെ ധാരാളം ഫത്വകൾ കുഞ്ഞായി മുസ്ലിയാരുടേതായിട്ടുണ്ട്. മീൻചന്ത പ്രമേയം, അതിലും കുഞ്ഞായി മുസ്ലിയാരുടെ ഫത്വകൾ പറയുന്നുണ്ട്. ഇതെല്ലാം അന്നത്തെ കാലത്ത് സമസ്തയിലേക്ക് എന്ത് ചോദ്യം വന്നാലും അതിനൊക്കെ മറുപടി കൊടുക്കാൻ കെൽപ്പുള്ള പണ്ഡിതനായിരുന്നു കുഞ്ഞായി മുസ്ലിയാർ. 1945 മെയ് 27, 28 തീയതികളിൽ കാര്യവട്ടത്ത് ചേർന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 16ാം വാർഷിക യോഗത്തിന് ശേഷം 1945 ഓഗസ്റ്റ് 1-ാം തീയതി കോഴിക്കോട് മുദാക്കര ജമാഅത്ത് പള്ളിയിൽ വെച്ച് മൗലാന കുഞ്ഞായി മുസ്ലിയാർ അവറുകളുടെ അധ്യക്ഷതയിൽ കൂടിയ 1ാമത്തെ മുഷാവറ യോഗത്തിൽ പ്രധാന തീരുമാനം. അപ്പോൾ കുഞ്ഞായി മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ചേർന്ന 1945 മുഷാവറയുടെ പ്രധാന തീരുമാനമാണ് വായിക്കുന്നത്. സമസ്തക്ക് വേണ്ടി അറബി മലയാളത്തിലും ശുദ്ധ മലയാളത്തിലും ഒരു മാസിക പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചു. പത്രാധിപരായി KPA മൈദീൻകുട്ടി മുസ്ലിയാരെയും സഹപത്രാധിപരായി PCS കുഞ്ഞാമത് മുസ്ലിയാരെയും
മാനേജരായി VK മുഹമ്മദ് മുസ്ലിയാരെയും തിരഞ്ഞെടുത്തു. പത്രത്തിൻ്റെ ആപ്പീസ് പരപ്പനങ്ങാടിയിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ഓഫീസ് ഇതിലങ്ങനെയാണ് ആപ്പീസ് എന്ന് എഴുതിയിട്ടുള്ളത്, അതുകൊണ്ടാണ് അതുപോലെ തന്നെ വായിച്ചത്. നാലാമത്തെ തീരുമാനമാണ് പിന്നീട് കൊടുത്തിട്ടുള്ളത്. മിസ്റ്റർ അബ്ദുൽ കലാം ആസാദ് ഫലസ്തീനിൽ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പ്രതിനിധി എന്ന നിലയിൽ മുസ്ലിമീങ്ങളുടെ മദ്ഹബുകൾ ഒന്നാക്കി തീർക്കുന്ന കാര്യത്തിൽ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ കാര്യം താൻ ഏറ്റെടുത്തിരിക്കുന്നുവെന്ന് പ്രസ്താവിച്ചതിനെതിരിൽ പ്രതിഷേധം രേഖപ്പെടുത്തി. 1945 കുഞ്ഞായി മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിലാണ് അബ്ദുൽ കലാം ആസാദ് ഫലസ്തീനിൽ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പ്രതിനിധി എന്ന നിലയിൽ പോയിട്ട് മുസ്ലിങ്ങളുടെ മദ്ഹബുകളൊക്കെ ഒന്നാക്കുന്ന കാര്യത്തിൽ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ കാര്യം ഞാൻ ഏറ്റെടുത്തു എന്ന് പ്രസംഗിച്ചപ്പോൾ അതിനെതിരിൽ പ്രതിഷേധിച്ചത് കുഞ്ഞായി മുസ്ലിയാരുടെ 1945 കുഞ്ഞായി മുസ്ലിയാരുടെ നേതൃത്വത്തിൽ നടന്ന മുഷാവറയിലായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ധാരാളം പ്രമേയങ്ങൾ കുഞ്ഞായി മുസ്ലിയാരുടേതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ മദ്രസ പാഠപുസ്തകം പരിശോധിക്കുന്ന സമിതിയിൽ കുഞ്ഞായി മുസ്ലിയാരുണ്ടായിരുന്നു. 18/6/1955 ഹിജ്റ 1374 ഷവ്വാൽ 26 ശനിയാഴ്ച മുദാക്കര പള്ളിയിൽ മൗലാന കുത്തുബി മുഹമ്മദ് മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ചേർന്ന മുഷാവറ തീരുമാനം. 5. വിദ്യാഭ്യാസ ബോർഡിൻ്റെ പാഠകിതാബുകൾ അച്ചടിക്കുന്നതിന് മുമ്പ് പരിശോധിച്ച് അംഗീകരിക്കണം. കൊടുപ്പാനും നടപ്പിലുള്ളവ പരിശോധിച്ച് തിരുത്തുകൾ വേണമെങ്കിൽ നിർദ്ദേശിക്കാനും 4 പേരെ തിരഞ്ഞെടുത്തു. 1 കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ, 2 T കുഞ്ഞായി മുസ്ലിയാർ, 3 കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, 4 K സദഖത്തുള്ള മുസ്ലിയാർ. ഇങ്ങനെ മദ്രസയുടെ പാഠപുസ്തകങ്ങൾ 1955 അത് പരിശോധിക്കാനും തെറ്റുകൾ തിരുത്തി കൊടുക്കാനും ഉണ്ടായിരുന്ന സമിതിയിലും കൊയപ്പ കുഞ്ഞായി മുസ്ലിയാർ ഉണ്ടായിരുന്നു. വലിയ വലിയ ആലിമ്യങ്ങളുടെ കൂടെ അന്ന് അവരും ഉണ്ടായിരുന്നു. അതുപോലെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ പുനഃസംഘടനാ കാലത്ത് പുനഃസംഘടനാ സമയത്ത് 39ഓളം പണ്ഡിതന്മാരെ തെരഞ്ഞെടുത്തിരുന്നു. വിദ്യാഭ്യാസ ബോർഡിൻ്റെ പുനഃസംഘടനാ സമയത്ത് അതിൽ കുഞ്ഞായി മുസ്ലിയാരുണ്ടായിരുന്നു. 23/2/1954 ചേർന്ന മുഷാവറയിൽ സെക്രട്ടറി പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. ബോർഡിൻ്റെ നിലവിലുള്ള എല്ലാ റെക്കോർഡുകളും മുഷാവറയിൽ സമർപ്പിച്ചിരുന്നു. റെക്കോർഡുകളും പ്രവർത്തന റിപ്പോർട്ടുകളും എല്ലാം പരിശോധിച്ച ശേഷം സംസ്ഥയുടെ ആദർശത്തിന് വിരുദ്ധമായി നീങ്ങുന്നവരെ ഒഴിവാക്കാനും ഗുണകാംക്ഷികളെ മറ്റു ചിലരെ ഉൾപ്പെടുത്തി പുനഃസംഘടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ പുനഃസംഘടിപ്പിച്ച ഈ ബോർഡ് അംഗങ്ങളെ കുറിച്ചാണെന്ന് പറയുന്നത്. അവരുടെ പേരുകളാണ്: അയനിക്കാട് P ഇബ്രാഹിം മുസ്ലിയാർ പ്രസിഡന്റ്, EK അബൂബക്കർ മുസ്ലിയാർ വൈസ് പ്രസിഡന്റ്, K അബുൽ കമാൽ മുസ്ലിയാർ വൈസ് പ്രസിഡന്റ്, T അബൂബക്കർ മുസ്ലിയാർ കോട്ടുമല സെക്രട്ടറി, KP ഉസ്മാൻ സാഹിബ് ജോയിന്റ് സെക്രട്ടറി, സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ ഖജാൻജി. എന്നിട്ട് പറയുന്ന പേര്, 7ാമത്തെ ആളെ പേര് T കുഞ്ഞായി മുസ്ലിയാർ കൊയപ്പ. അന്ന് വിദ്യാഭ്യാസ ബോർഡ് പുനഃസംഘടിപ്പിച്ച സമയത്ത് ആ വിദ്യാഭ്യാസ ബോർഡിൻ്റെ കമ്മിറ്റിയിലും നമ്മുടെ കൊയപ്പ കുഞ്ഞായി മുസ്ലിയാർ ഉണ്ടായിരുന്നു എന്ന് രേഖകൾ നമ്മോട് സംസാരിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞു, പല ഭാഷകൾ കൈവശമുള്ള ആളായിരുന്നു കുഞ്ഞായി മുസ്ലിയാർ. അറബി, ഉറുദു, പേർഷ്യൻ, ഇംഗ്ലീഷ്, തമിഴ് ഭാഷകളൊക്കെ കുഞ്ഞായി മുസ്ലിയാർക്ക് അറിയാമായിരുന്നു. ഈ ഭാഷകളിലൊക്കെയുള്ള ഗ്രന്ഥങ്ങളായിരുന്നു ഫത്വ കൊടുക്കുന്ന സമയത്ത് ഉപജീവിച്ച ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞ്, റെഫറൻസ് ആയിട്ട് ഉപയോഗിച്ച ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞ് കുഞ്ഞായി മുസ്ലിയാർ കൊടുക്കാറുള്ളത് ഇത്തരം വലിയ വലിയ പല ഭാഷകളുള്ള വലിയ വലിയ ഗ്രന്ഥങ്ങളായിരുന്നു. 1954 മർഹൂം TK അബ്ദുള്ള മുസ്ലിയാർ മുഖ്യ പത്രാധിപരായി പരപ്പനങ്ങാടിയിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്ന അൽബയാൻ അറബി മലയാള മാസികയിൽ ധാരാളം ലേഖനങ്ങൾ കുഞ്ഞായി മുസ്ലിയാർ എഴുതിയിട്ടുണ്ട്. മാത്രമല്ല ധാരാളം ഫത്വകൾ കുഞ്ഞായി മുസ്ലിയാരുടേത് ആ അൽബയാനിൽ പ്രസിദ്ധീകരിച്ച് വന്നിട്ടുണ്ട്. അവിടെയൊക്കെ ആ ഫത്വ കൊടുത്ത സ്ഥലത്തൊക്കെ കുഞ്ഞായി മുസ്ലിയാർ പല പല ഭാഷകളിലുള്ള ഗ്രന്ഥങ്ങളായിരുന്നു എഴുതിയിരുന്നത്. റഫർ ചെയ്ത് നോക്കിയെടുത്ത ഗ്രന്ഥങ്ങൾ പല പല ഭാഷകളിലുള്ള ഗ്രന്ഥങ്ങളായിരുന്നു കുഞ്ഞായി മുസ്ലിയാർ എഴുതിയിരുന്നത്. ധാരാളം ഫത്വകൾ അൽബയാനിൽ വന്നിട്ടുണ്ട്. ഒരു ചോദ്യം: പണയാധാരം, കാണാധാരം എന്നിവ എഴുതിച്ച് സ്വത്തിന് പണം കൊടുക്കുന്നതിനും കൊടുത്ത പണം മടക്കി തരുമ്പോൾ മേപ്പടി സ്വത്ത് മടക്കി കൊടുക്കുന്നതിനിടയിൽ അതിൽ നിന്നുണ്ടാകുന്ന അനുഭവം എടുക്കാൻ പാടുണ്ടോ?
എന്നാണ് ചോദ്യം. അതിന് കുഞ്ഞായി മുസ്ലിയാർ വളരെ വ്യക്തമായിട്ട് മറുപടി നൽകിയിട്ടുണ്ട്. കാണം, പണയം എന്നിവ ഒരേ ഇനത്തിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് വലിയ വിശാലമായിട്ട് അൽബയാൻ്റെ 2-3 പേജ് തന്നെ കുഞ്ഞായി മുസ്ലിയാരുടെ വിശദീകരണമാണ്. പല കിതാബിൻ്റെ ഇബാറത്തുകളും എഴുതിക്കൊണ്ട് വലിയ വലിയ കിതാബുകളെയാണ് ഈ കുഞ്ഞായി മുസ്ലിയാർ ഉദ്ധരിച്ചുകൊണ്ടാണ് ഫത്വ കൊടുത്തിരുന്നത്. ഇങ്ങനെ അൽബയാനിൽ ധാരാളം ഫത്വകൾ വന്നിട്ടുണ്ട്. കുഞ്ഞായി മുസ്ലിയാരുടെ ധാരാളം ഫത്വകൾ വന്നിട്ടുണ്ട്. ഇങ്ങനെ പല ഭാഷകളിലുള്ള ഗ്രന്ഥങ്ങൾ ഉപജീവിച്ചായിരുന്നു അദ്ദേഹം ഫത്വ കൊടുത്തിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, പള്ളിയിൽ ദർസ് നടത്തി മാത്രം ഒതുങ്ങിക്കൂടിയ ആളായിരുന്നില്ല കൊയപ്പ കുഞ്ഞായി മുസ്ലിയാർ. പൊതുരംഗത്തേക്ക് ഇറങ്ങുകയും സമസ്തയുടെ അമരത്ത് വാഴുകയും ദീർഘകാലം വൈസ് പ്രസിഡൻ്റായി സേവനം ചെയ്യുകയും ചെയ്ത മഹാമനീഷിയാണ് കുഞ്ഞായി മുസ്ലിയാർ. നമുക്കറിയാം, സംവാദങ്ങളിലൊക്കെ കുഞ്ഞായി മുസ്ലിയാർ ഉണ്ടായിരുന്നു. 1933 ഡിസംബർ 7 നാദാപുരത്ത് നടന്ന സംവാദത്തിൽ കുഞ്ഞായി മുസ്ലിയാരുടെ പേര് കാണുന്നുണ്ട്. അതിൽ പങ്കെടുത്തതിൽ കുഞ്ഞായി മുസ്ലിയാരുടെ പേര് കാണുന്നുണ്ട്. ആ സംവാദമാണ് ലാക്കട്ട സംവാദം, വഹാബികൾ ലാക്കട്ട സംവാദം. ആ സംവാദമൊക്കെ ഉണ്ടാവാൻ വേണ്ടി ധാരാളം അതിൻ്റെ പിന്നിൽ സുന്നികളായ ആളുകൾ കൂടിയിട്ടുണ്ട്. വഹാബി നേതാവ് കുറ്റ്യാടിയിൽ വന്നുകൊണ്ട് സുന്നികളെ നഖശിഖാന്തം എതിർത്തുകൊണ്ട് തെറി വിളിച്ചുകൊണ്ട് അബ്ദുള്ള കുട്ടി ഹാജി എന്ന് പറയുന്ന ഒരു മൗലവി പ്രസംഗിക്കുകയും അങ്ങനെ പ്രസംഗിക്കുന്ന വേദിയിലേക്ക് സുന്നികൾ എന്ന 11 ചോദ്യം എഴുതി കൊടുത്തയച്ചു. പക്ഷേ ഈ അബ്ദുള്ള കുട്ടി ഹാജി എന്ന് പറയുന്ന വഹാബിയുടെ നേതാവ് ആ ചോദ്യങ്ങളൊന്നും തൊട്ടില്ല. ഒരൊറ്റ ചോദ്യത്തിനും മറുപടി പറഞ്ഞില്ല. ഇങ്ങനെ മറുപടി പറയാതെ വന്നപ്പോൾ അവിടെയുള്ള വഹാബികൾക്ക് തന്നെ ഒരു നീരസം വരികയും അവർ ആ 11 ചോദ്യത്തിനും ഉത്തരം എഴുതിയുണ്ടാക്കി വിളംബരം എന്ന് പറയുന്നൊരു ലഘുലേഖ പ്രസിദ്ധീകരിച്ചു. വിളംബരം എന്ന പേരിൽ ഒരു ലഘുലേഖ പ്രസിദ്ധീകരിച്ചു. ആ ലഘുലേഖ ഇറങ്ങിയപ്പോൾ സുന്നികൾ അവരെ വെല്ലുവിളിച്ചു, ഈ വിഷയം വെച്ചുകൊണ്ടൊരു ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ? കുറ്റ്യാടിയിലാണ് വെല്ലുവിളി നടക്കുന്നത്. അങ്ങനെ വെല്ലുവിളിച്ചപ്പോൾ കുറ്റ്യാടിയിൽ വെച്ച് ഒരു വാദപ്രതിവാദം നടത്താമെന്ന തീരുമാനത്തിലേക്ക് എത്തി. യഥാർത്ഥത്തിൽ വഹാബികൾ നന്നായി പേടിച്ച ഒരു തീരുമാനമായിരുന്നു അത്. പക്ഷേ അവർ ഓരോ കാരണം പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയും അവസാനം അവർ പറഞ്ഞൊരു കാരണം, നമുക്ക് ടിക്കറ്റ് വെച്ചിട്ടാക്കാം, ആളുകളുടെ പ്രവേശനം ടിക്കറ്റ് വെച്ചിട്ടാക്കാം, സംവാദം നമുക്ക് നടത്താം, പക്ഷേ ടിക്കറ്റ് മുഖേന ആളുകളെ പ്രവേശിപ്പിക്കണം. സുന്നികൾ പറഞ്ഞു, ഇത് സിനിമയോ നാടകമോ ഒന്നുമല്ല, ദീനിൻ്റെ കാര്യം ചർച്ച ചെയ്യുകയാണ്. ഇങ്ങനെ ദീനിൻ്റെ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി ടിക്കറ്റ് വെച്ചിട്ടുള്ളൊരു പരിപാടി വേണ്ട, പൊതുജനങ്ങൾ എല്ലാവരും പങ്കെടുക്കട്ടെ എന്ന് പറഞ്ഞ് ആ സുന്നികൾ വാശി പിടിക്കുകയും, ഇങ്ങനെ വാശി പിടിച്ച സമയത്ത് വഹാബികൾ ഒരു പോസ്റ്റർ ഇറക്കി. അതിൻ്റെ പേരാണ് അലസിപ്പിരിഞ്ഞു എന്ന തലക്കെട്ടിൽ ആ കാലഘട്ടത്തിലൊരു നോട്ടീസ് വഹാബികൾ ഇറക്കുകയും വിടുകയില്ല എന്ന പേരിൽ അന്ന് സുന്നികളൊരു മറു പോസ്റ്ററും ഇറക്കി. അവർ അലസിപ്പിരിഞ്ഞു എന്ന് പറഞ്ഞ പേരിൽ വഹാബികൾ ഇറക്കി, സുന്നികൾ വിടുകയില്ല എന്ന് പറഞ്ഞ് മറ്റൊരു പോസ്റ്ററും ഇറക്കി. ഇങ്ങനെ വഹാബികൾ ഇതോടുകൂടെ കുടുങ്ങുകയാണ്. ലാസ്റ്റ് പറഞ്ഞു, കുറ്റ്യാടിയിൽ വലിയൊരു സംവാദത്തിന് നമുക്ക് സൗകര്യമില്ല. അങ്ങനെയാണ് നാദാപുരത്ത് ടൗണിലെ പുളിക്കൂൽ പള്ളിയുടെ സമീപത്തായിരുന്നു അന്ന് 1933 വാദപ്രതിവാദം നടന്നിരുന്നത്. ആ വാദപ്രതിവാദത്തിൻ്റെ അന്ന് ഒരു അണക്ക് വിറ്റിരുന്ന റിപ്പോർട്ടാണിത്. വാദപ്രതിവാദത്തിൻ്റെ റിപ്പോർട്ട് ഇതിൻ്റെ ചട്ടയിൽ തന്നെ പറയുന്നുണ്ട്. ലാലിമുൽ അല്ലാമ മൗലാന കുത്തുബി മുഹമ്മദ് മൗലവി സാഹിബ് അവരുടെ അധ്യക്ഷതയിൽ നാദാപുരത്ത് വെച്ച് കൂടിയ മുസ്ലിം മൗലവി വാദപ്രതിവാദ റിപ്പോർട്ട് 1933 നാദാപുരം കോപ്പി 1000 റോയൽ പ്രസ് വടകര, വില 1 എണ്ണ മാത്രം. ഇങ്ങനെയാണ് ഇതിൻ്റെ ചട്ടയിലുള്ളത്. അപ്പം അന്ന് സുന്നികൾ ഇറക്കിയ വാദപ്രതിവാദത്തിൻ്റെ റിപ്പോർട്ടാണിത്. ഇതിൽ ഈ വാദപ്രതിവാദത്തിൽ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരാണ് ചോദ്യം ചോദിക്കുന്നത്. ഇങ്ങനെ വലിയ ഇ.വി. മൊയ്തീൻ മുസ്ലിയാരാണ് ചോദ്യം ചോദിക്കുന്നത്. ഇങ്ങനെ വലിയ ആലിമ്യങ്ങളാണ് ചോദ്യം ചോദിക്കുന്നത്. ഈ വാദപ്രതിവാദത്തിൽ നമ്മുടെ നാട്ടുകാരനായ കൊയപ്പ കുഞ്ഞായി മുസ്ലിയാരും പങ്കെടുത്തിരുന്നു. ഈ വാദപ്രതിവാദത്തിന് മുമ്പ് ധാരാളം പോസ്റ്റർ യുദ്ധങ്ങൾ, അന്നൊക്കെ അങ്ങനെയായിരുന്നു, ലഘുലേഖയും പോസ്റ്ററുകളും അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതുക, ഇങ്ങനെ പോസ്റ്റർ യുദ്ധങ്ങൾ നടന്നിരുന്നു. അൽ ഇലാൻ എന്ന് പറയുന്ന ഒരു നോട്ടീസ് ഇ.വി. മൊയ്തീൻ മുസ്ലിയാർ ഇറക്കിയപ്പോൾ അതിന് മറുപടി എന്നോണം വഹാബികൾ ഇറക്കി തൻസീഹുദ്ദീൻ അൻ തൻവീഹി ഇ.വി. മൊയ്തീൻ, അറബി മലയാളത്തിൽ അന്നിറക്കിയ ഒരു ലഘുലേഖയാണ്. അതിന് മറുപടിയായിട്ട് സുന്നികൾ ഇറക്കി തബ്കീത്തുൽ മുഫ്സിദീൻ
ബി തൻവീഹാത്തി തൻസീഹിദ്ദീൻ എന്ന് പറയുന്ന ഒരു ലഘുലേഖ അന്ന് സുന്നികളും ഇറക്കി. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ലഘുലേഖകൾ ഇറക്കിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ സമയത്ത്. അന്ന് നടന്ന 933 ആ വാദപ്രതിവാദത്തിൽ നമ്മുടെ നാട്ടുകാരനായ കൊയപ്പ കുഞ്ഞായി മുസ്ലിയാരും പങ്കെടുത്തിരുന്നു എന്നാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതുപോലെ നമ്മുടെ അടുത്ത നാടായ പുത്തൂരിൽ ഒരു വാദപ്രതിവാദം നടന്നിരുന്നു. ഇ കെ അബൂബക്കർ മുസ്ലിയാർ വന്നുകൊണ്ട് നടത്തിയ വാദപ്രതിവാദത്തിൻ്റെ മുഖ്യ സംഘാടകൻ കൊയപ്പ കുഞ്ഞായി മുസ്ലിയാരായിരുന്നു. അന്നാണ് വഹാബികൾ ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ നേരെ കഠാരയേന്തിയ സംഭവമൊക്കെ ഉണ്ടായിരുന്നത്. നമ്മുടെ അടുത്ത നാടായ പുത്തൂര് പാടത്ത് വെച്ചായിരുന്നു ആ സംവാദം നടന്നിരുന്നത് എന്ന് അതിനെക്കുറിച്ച് നന്നായി അറിയുന്ന ഒരാൾ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ആ സംവാദത്തിൻ്റെ മുഖ്യ സംഘാടകനും നമ്മുടെ നാട്ടുകാരനായ കൊയപ്പ കുഞ്ഞായി മുസ്ലിയാരായിരുന്നു. മാത്രമല്ല നീരൽപ്പാലം പ്രദേശത്ത് ചെറുപ്പക്കാരൊക്കെ രാഷ്ട്രീയത്തിന് മുൻഗണന നൽകിയിരുന്ന സമയത്ത് കുഞ്ഞായി മുസ്ലിയാർ പറഞ്ഞു, ചെറുപ്പക്കാരും നമ്മുടെ മുസ്ലിങ്ങളായ ആളുകളൊക്കെ രാഷ്ട്രീയത്തിനാണ് മുൻഗണന നൽകുന്നത്, അതുകൊണ്ട് നമുക്ക് ഇവിടെ മദ്രസ സ്ഥാപിക്കണം എന്ന് പറഞ്ഞ് 1952 കുഞ്ഞായി മുസ്ലിയാരുടെ നേതൃത്വത്തിലാണ് നീരോൽപ്പാലത്ത് മദ്രസ സ്ഥാപിക്കുന്നത്. 1952 ആ മദ്രസ സ്ഥാപിക്കുന്നത്. ഓർമ്മ ശരിയാണെങ്കിൽ 96-ാം നമ്പർ മദ്രസ കുഞ്ഞായി മുസ്ലിയാർ സ്ഥാപിച്ച നീരോൽപ്പാലത്തെ മദ്രസയായിരുന്നു. ഇങ്ങനെ ധാരാളം പൊതുപ്രവർത്തനങ്ങളിൽ കുഞ്ഞായി മുസ്ലിയാർ പങ്കെടുത്തിട്ടുണ്ട്. 1970 നീരോൽപ്പാലം ആ ഭാഗത്ത് ജമിയത്ത് ശുബാനുൽ മുസ്ലിമീൻ എന്ന് പറയുന്ന ഒരു സംഘം കുഞ്ഞായി മുസ്ലിയാർ ഉണ്ടാക്കുകയും ഈ ജമിയത്ത് ശുബാനുൽ മുസ്ലിമീൻ്റെ കീഴിൽ ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കുഞ്ഞായി മുസ്ലിയാർ നടത്തുകയും ഇന്ന് നമ്മൾ സാന്ത്വനം നടത്തുന്നത് പോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കുഞ്ഞായി മുസ്ലിയാരുടെ നേതൃത്വത്തിൽ 1970 നീരോൽപ്പാലം ആ ഭാഗത്ത് ഉണ്ടായിരുന്ന പ്രവർത്തകരെയൊക്കെ ഒരുമിച്ച് കൂട്ടി, ചെറുപ്പക്കാരൊക്കെ ഒരുമിച്ച് കൂട്ടി ജമിയത്ത് ശുബാനുൽ മുസ്ലിമീൻ എന്നൊരു സംഘമുണ്ടാക്കുകയും ജീവകാരുണ്യ പ്രവർത്തനം നടത്തുകയും ചെയ്തിട്ടുണ്ട് കൊയപ്പ കുഞ്ഞായി മുസ്ലിയാർ. ഇങ്ങനെ ധാരാളം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് തൻ്റെ അറിവും കഴിവും സമുദായത്തിന് വേണ്ടി സമർപ്പിച്ച മഹാമനീഷിയാണ് കൊയപ്പ കുഞ്ഞായി മുസ്ലിയാർ. വിശദമായ പഠനങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. ഞാൻ ചെറിയ സൂചനകൾ മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. ഇനി കുഞ്ഞായി മുസ്ലിയാർ ദർസ് നടത്തുന്ന ആ രംഗത്ത് മാത്രമോ അതല്ലെങ്കിൽ പൊതുപ്രവർത്തന മേഖലകളിൽ മാത്രമോ തിളങ്ങി നിന്ന ആളായിരുന്നില്ല. കുഞ്ഞായി മുസ്ലിയാർ രചനാരംഗത്തും തിളങ്ങി നിന്നിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, അൽബയാനിൽ ധാരാളം ലേഖനങ്ങൾ കുഞ്ഞായി മുസ്ലിയാർ എഴുതിയിരുന്നു. കുഞ്ഞായി മുസ്ലിയാരുടെ ഫത്വകൾ അൽബയാനിൽ പ്രിന്റ് ചെയ്തു വന്നിരുന്നു. ഇങ്ങനെ ധാരാളം രചനകൾ കുഞ്ഞായി മുസ്ലിയാർക്കുണ്ടായിരുന്നു. അതിൽപ്പെട്ട രചനയാണ് 1946 കുഞ്ഞായി മുസ്ലിയാർ എഴുതിയ തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷമുള്ള 2 കൈയുടെ ഷട്ടം എന്ന് പറയുന്ന ഒരു പുസ്തകം, ഒരു ലഘുലേഖ പോലെയുള്ളൊരു പുസ്തകം. തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുമ്പോൾ എവിടെയാണ് കെട്ടേണ്ടത്, നെഞ്ഞിന് മുകളിലാണോ നെഞ്ഞിന് താഴെയാണോ എന്ന് ചർച്ച ചെയ്യുന്ന, വളരെ ഗഹനമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണ് തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷമുള്ള 2 കൈയുടെ ഷട്ടം എന്ന് പറയുന്ന ആ ഗ്രന്ഥം. ഇന്നും അതിൻ്റെ കോപ്പികൾ പല ലൈബ്രറികളും സൂക്ഷിക്കുന്നുണ്ട്. നമ്മൾ അതൊക്കെ തേടിപ്പിടിച്ച് അന്വേഷിച്ച് കണ്ടെത്തി ആ വിവരങ്ങളൊക്കെ ശേഖരിക്കാൻ ചരിത്ര കുതുകികളായ മുതഅല്ലിമീങ്ങൾ തയ്യാറാവണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ 1946 കുഞ്ഞായി മുസ്ലിയാർ ആ പുസ്തകം എഴുതിയപ്പോൾ 1947 MCC അബ്ദുറഹ്മാൻ മൗലവി അതിന് മറുപടി എഴുതി. എന്താ മറുപടി? നെഞ്ചത്ത് കൈവെക്കണം അഥവാ ഷട്ടത്തിനൊരു ചൊട്ട്. അതാണ് ആ പുസ്തകത്തിൻ്റെ പേര്. കുഞ്ഞായി മുസ്ലിയാർ എഴുതിയ തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷമുള്ള 2 കൈയുടെ ഷട്ടം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അതിന് മറുപടി MCC അബ്ദുറഹ്മാൻ മൗലവി എഴുതി, നെഞ്ചത്ത് കൈവെക്കണം അഥവാ ഷട്ടത്തിനൊരു ചൊട്ട് എന്ന പുസ്തകം മറുപടിയായിട്ട് എഴുതി. ഇങ്ങനെ മറുപടി പുസ്തകം ഇറങ്ങിയപ്പോൾ അതിന് മറുപടി പിന്നെ എഴുതുന്നത് KK സദഖത്തുള്ള മുസ്ലിയാരാണ്. ചൊട്ടിനൊരു തട്ട്, അതാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ചൊട്ടിനൊരു തട്ട്. ഇതൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുകയായിരിക്കും. ആ പഴയ കാലത്ത് ഇങ്ങനെ പുസ്തക യുദ്ധങ്ങളും പോസ്റ്റർ യുദ്ധങ്ങളും വഹാബികളുമായിട്ട് ധാരാളം ഉണ്ടായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞു, നാദാപുരം സംവാദത്തിൻ്റെ സമയത്തൊക്കെ പോസ്റ്ററുകളായിരുന്നു. ധാരാളം പോസ്റ്ററുകളർക്കും ലഘുലേഖകളർക്കും ഇങ്ങോട്ടർക്കും അങ്ങോട്ടർക്കും മറുപടികളായിട്ട്. കുഞ്ഞായി മുസ്ലിയാർ കൈകെട്ടുന്നതിൻ്റെ ഷട്ടം എന്ന് എഴുതിയപ്പോൾ MCC മൗലവി ഷട്ടത്തിനൊരു ചൊട്ടെഴുതി.
അതിന് മറുപടിയായിട്ട് സദഖത്തുൽ മുസ്ലിയാർ ചൊട്ടിനൊരു തട്ട് എന്ന് പറയുന്ന പുസ്തകം എഴുതി. ഇങ്ങനെ മറുപടിക്ക് മറുപടി എഴുതിയിരുന്ന താലിമ്യങ്ങൾ. അല്ലാഹു തആല അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതം നന്നാക്കി തരട്ടെ. ഇങ്ങനെ ധാരാളം രചനകൾ കുഞ്ഞായി മുസ്ലിയാർ നിർവഹിച്ചിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് ഞാൻ കൂടുതലായിട്ട് കടക്കുന്നില്ല. അതുപോലെ കുഞ്ഞായി മുസ്ലിയാർ സഹായിച്ചുകൊണ്ട് എഴുതിയൊരു ഗ്രന്ഥമാണ് അൽ ഖൗലു സദീദ് ഫി റദ്ദി തൗഹീദ് എന്ന് പറയുന്ന ഒരു ബൃഹത്തായൊരു ഗ്രന്ഥം. വഹാബി നേതാവ് അബ്ദുൽ ഖാദർ മൗലവി കണ്ണൂർ എഴുതിയ അത്തൗഹീദ് എന്ന ഗ്രന്ഥത്തിന് മറുപടിയായിട്ട് എഴുതിയതാ. എന്നാൽ ആ ഗ്രന്ഥം ഇന്ന് അറിയപ്പെടുന്നത് റഷീദുദ്ദീൻ മൂസ മൗലവിയുടെ പേരിലാണ്, മൂസ മുസ്ലിയാരുടെ പേരിലാണ്. ഈ റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ പൈപ്പ് കുഞ്ഞായി മുസ്ലിയാരുടെ ശിഷ്യനാണ്. അങ്ങനെ ഈ ഗ്രന്ഥത്തിലുള്ള മുഴുവൻ കണ്ടന്റുകളും മുഴുവൻ ആശയങ്ങളും പറഞ്ഞുകൊടുത്ത് അതെല്ലാം റെഡിയാക്കി കൊടുത്തത് കൊയപ്പ കുഞ്ഞായി മുസ്ലിയാരായിരുന്നു എന്ന് ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ തിരങ്ങാടി വാപ്പു ഉസ്താദൊക്കെ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട് എന്ന് നേരിട്ട് പറഞ്ഞ ആളുകൾ ഞാൻ അവരുടെ അടുത്ത് ചരിത്രം പഠിക്കാൻ വേണ്ടി പോയപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റഷീദുദ്ദീൻ മൂസ മുസ്ലിയാരുടെ പേരിലാണ് ഈ അൽ ഖൗലു സദീദ് ഫി റദ്ദി തൗഹീദ് എന്ന് പറയുന്ന ഗ്രന്ഥമുള്ളത് എങ്കിലും അത് മുഴുവൻ എഴുതിയതും അതിൻ്റെ കണ്ടന്റുകൾ മുഴുവൻ കൊടുത്തതും ഈ കൊയപ്പ കുഞ്ഞായി മുസ്ലിയാരായിരുന്നു. ഇങ്ങനെ ഓരോ സമയത്തും അതിനനുസരിച്ച് തൂലിക ചലിപ്പിച്ച നേതാവായിരുന്നു കൊയപ്പ കുഞ്ഞായി മുസ്ലിയാർ. അവരെക്കുറിച്ച് ധാരാളം ഇനിയും നമുക്ക് പഠിക്കണം. നിങ്ങളൊക്കെ അന്വേഷിക്കണം. പഴയ ആലിമ്യങ്ങളെ കണ്ടാൽ അവർക്കൊക്കെ അറിയാം ഇത്തരം പണ്ഡിതന്മാരെ കുറിച്ചുള്ള ചരിത്രങ്ങൾ. നമ്മളൊരു നാട്ടിൽ പോയാൽ അവിടെ നമ്മൾ അന്വേഷിക്കണം. ആ നാടിൻ്റെ പേര് അന്വേഷിക്കണം. കൊടികുത്തിപ്പറമ്പ് എന്നായിരിക്കും പേര്. നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് കൊടികുത്തിപ്പറമ്പാണെങ്കിൽ ഇവിടെ എന്തോ ഒരു കൊടി കുത്തിയിട്ടുണ്ടല്ലോ എന്ന് നമ്മുടെ മനസ്സിലേക്ക് വരണം. അതെന്തായിരുന്നു, എന്താണ് ഈ പേരിൻ്റെ പിന്നിലുള്ള ചരിത്രം അന്വേഷിച്ച് നടക്കണം. നെല്ലിക്കുത്ത് മുഹമ്മദ് അൽ മുസ്ലിയാർ, ഞാൻ കോറാട് പള്ളിയിൽ പീരങ്കി മൈദി മുസ്ലിയാരെ കുറിച്ച് പഠിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ ഒരു ഫൈസി ഉസ്താദ് ഉണ്ട്. ആ ഫൈസി ഉസ്താദ് പറയാം, ഞാൻ 40 വർഷമായി അവിടെ ദർസ് നടത്തുന്നു. ആ ഫൈസി ഉസ്താദ് അങ്ങനെ ആ ഉസ്താദ് പറയുകയാണെ, ഞാനിവിടെ ദർസ് നടത്തുന്ന സമയത്തൊക്കെ ഒരു മൂലേര് വരും, എൻ്റെ ദർസിൽ കൂടും, സബ്ക്കിൽ കൂടും. അങ്ങനെ 2-3 പ്രാവശ്യം ഇങ്ങനെ കൂടിയ സമയത്ത് ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാണ് ചോദിച്ചു, നിങ്ങൾക്ക് ഇന്ന അറിയോ? അപ്പോൾ മൂപ്പര് പറഞ്ഞേ, എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങളെ വാപ്പാനെ അറിയാം, വാപ്പാനെയൊക്കെ അറിയാം. ഈ വന്ന മൂലര് പറയാണ്, നിങ്ങളെ അറിയാം, നിങ്ങളെ വാപ്പാനെ അറിയാം, വാപ്പാനെ അറിയാൻ പേര് സൈതാണ് പറഞ്ഞു കൊടുത്തു. അദ്ദേഹമായിരുന്നു നെല്ലിക്കുത്ത് മുഹമ്മദ് അലി മുസ്ലിയാർ. ചരിത്രത്തിന് വേണ്ടി ഉരിഞ്ഞു വെച്ച ജീവിതമായിരുന്നു. അലഞ്ഞു തിരിഞ്ഞ് നടക്കും, ഏതെങ്കിലുമൊക്കെ പള്ളിയിൽ പോയി കൂടും, ആ നാടിൻ്റെ ചരിത്രം പഠിക്കും, അവിടെയുള്ള പണ്ഡിതന്മാരെ കുറിച്ച് പഠിക്കും, അവിടെയുള്ള ചരിത്രങ്ങൾ ശേഖരിക്കും. ഇതായിരുന്നു നെല്ലിക്കുത്ത് മുഹമ്മദ് അലി മുസ്ലിയാരുടെ ജോലി തന്നെ. വീട്ടിലേക്കൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ പോവുക, ഒരു മക്കളൊക്കെ ഉണ്ടായി വലുതായതിനു ശേഷമാണ് അദ്ദേഹം കാണുന്നത് എന്നൊരാൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് അദ്ദേഹം ശേഖരിച്ചത് കൊണ്ടാണ് ഇന്ന് നമുക്ക് പല ചരിത്രങ്ങളും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ മുത്താലിമീങ്ങളായ നമ്മളൊക്കെ ഏതെങ്കിലും നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ ആ നാടിനെ കുറിച്ച് പഠിക്കണം. ആ നാട്ടിൻ്റെ പേര് അന്വേഷിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, കൊടികുത്തി പറമ്പാണെങ്കിൽ എന്ത് കൊടിയാണ് ഇവിടെ കുത്തിയിട്ടുള്ളത്, ആരാണ് ആ കൊടി കുത്തിയത്, ചരിത്രത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം, ആ നാടിനെ കുറിച്ച് പഠിക്കണം. പിന്നെ അന്വേഷിക്കണം ഇവിടെയുള്ള പണ്ഡിതന്മാരെ കുറിച്ച്, ഇവിടെയുള്ള മക്ബറകളെ കുറിച്ച്, അവിടെ ജീവിച്ച ഔലിയാക്കളെ കുറിച്ച് അന്വേഷിച്ച് നടക്കണം. എങ്കിലേ ചരിത്രം കിട്ടൂ. ഇങ്ങനെ കൊയപ്പ കുഞ്ഞായി മുസ്ലിയാരെ കുറിച്ചും ഇനി നിങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സ്ഥലത്തൊക്കെ അന്വേഷിക്കണം. എന്തെങ്കിലും ഒരു അറിവ് കിട്ടിയാൽ എഴുതി വെക്കണം. ഒരു ചരിത്രം കിട്ടിയാൽ ഉടനെ എല്ലാവരുടെ കയ്യിലും ഫോണുണ്ടാകും, ഉടനെ റെക്കോർഡ് ചെയ്യുക, അല്ലെങ്കിൽ എഴുതി വെക്കാൻ ഞാൻ ഒക്കെ മറന്നുപോകും. ഇങ്ങനെ ചരിത്രം ശേഖരിച്ചിട്ട് വേണം നമ്മൾ പൊതുസമൂഹത്തിന് അവതരിപ്പിക്കാൻ. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. പഴയകാല പണ്ഡിതന്മാരെ കുറിച്ചും ഔലിയാക്കളെ കുറിച്ചും ആലിമീങ്ങളെ കുറിച്ച് ധാരാളം പഠിക്കാനും അവരുടെ മദ്ഹുകൾ പറയാനും പാടാനൊക്കെ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ഇൽമൊക്കെ അല്ലാഹു തആല നാഫിയാക്കി തരുമാറാവട്ടെ. നമ്മുടെ ഉസ്താദുമാരുടെയൊക്കെ കുരുത്തുള്ള മക്കളായിട്ട് അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും വളർത്തട്ടെ. നമ്മുടെ ജീവിതം അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരുമാറാവട്ടെ. ഇന്നിവിടെ പ്രതിപാദിച്ച അനുസ്മരിച്ച കൊയപ്പ കുഞ്ഞായി മുസ്ലിയാരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതം അല്ലാഹു തആല നന്നാക്കി തരുമാറാവട്ടെ. നമ്മുടെ ഇൽമൊക്കെ അല്ലാഹു തആല നാഫിയാക്കി തരുമാറാവട്ടെ. ധാരാളം ചരിത്രങ്ങൾ പഠിക്കാനും അത് ശേഖരിക്കാനും ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനും സമുദായത്തിന് ഉപകാരപ്പെടുന്ന രൂപത്തിൽ അവതരിപ്പിക്കാനും അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനമായിട്ട് കൊയപ്പ കുഞ്ഞായി മുസ്ലിയാരുടെ വഫാത്തിനെ കുറിച്ച് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കുഞ്ഞായി മുസ്ലിയാർ വഫാത്താകുന്നത് ഹിജ്റ 1396 ഹിജ്റ 1396, ക്രിസ്താബ്ദം 1976 ഒക്ടോബർ 6 ഈ ലോകത്തോട് ആ മഹാമനീഷി വിട പറയുന്നത്. ഹിജ്റ 1396, ക്രിസ്താബ്ദം
1976 ഒക്ടോബർ 6 ശനിയാഴ്ചയാണ് ആ പണ്ഡിത പ്രതിഭ ഈ ലോകത്തോട് വിട പറയുന്നത്. അള്ളാഹു താല അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതം നന്നാക്കി തരട്ടെ. അവരുടെ കൂടെ അള്ളാഹു താല ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.